അവിടെ കക്ഷിക്ക് നിൽക്കാൻ പറ്റാത്ത തരത്തിൽ മറിഞ്ഞു വീണ റോഡിൽ ആൾക്കാരെല്ലാം കൂടെ കൂടി അവിടെ നിന്ന് പൊക്കിയെടുത്തൊരു കസേരയിലിരുത്തി ഡോക്ടർ അവിടേക്ക് വിളിച്ച് വരുത്തി നടു റോഡിൽ വിളിച്ച് വരുത്തി ബി.പിയും ഒക്കെ ചെക്ക് ചെയ്തപ്പോൾ കക്ഷിക്ക് ആങ്സൈറ്റി ആണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു. അവിടെ നിന്ന് തിരിച്ച് ഞങ്ങൾ പൊക്കിയെടുത്ത് വീട്ടിൽ റൂമിൽ സ്റ്റുഡിയോ കൊണ്ടുവന്നിട്ടുണ്ട്. 6:30 ഫ്ലൈറ്റിലേക്ക് ട്രിവാൻഡ്രത്തേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റുഡിയോയിൽ ഇതാണ് പരിപാടിയില്ലേ? വലിയ സൗണ്ടിൻ്റെ കുണാണ്ടറാണ്. ഓസ്കാർ വിന്നറാണ് സ്റ്റുഡിയോക്കകത്ത് നടക്കുന്ന പരിപാടി. എന്നാലും ഈ പ്രതിസന്ധികൾക്കിടയിലും ഈ പരിപാടികൾക്കിടയിലും താൻ ആ ഓസ്കാർ കൊണ്ടുവന്നുണ്ടല്ലോ ഇന്ത്യക്ക് വേണ്ടി. അത് ആലോചിക്കുമ്പോഴാണ് ഒരു സമാധാനം. എല്ലാം നമ്മുടെ നാടിന്റെ അല്ല, ഇപ്പൊ സാറിന്റെ അടുത്തുണ്ടോ അവള്? എൻ്റെ അടുത്തുണ്ട്, പക്ഷെ നിങ്ങൾ സംസാരിക്കണ്ട. ഇല്ല, ഞങ്ങൾ സംസാരിക്കില്ല. ഞാൻ ചിരിക്കാൻ കാരണം എന്താ പറയുക, സോറി, ഞാൻ ഇവൻ്റെ അവസ്ഥ ആലോചിക്കുക. വലിയ ഓസ്കാർ ജേതാവാണ്. പുറത്തേക്ക് എല്ലാവരും ഇപ്പം ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് നടക്കണത്, മറ്റേ സാധനം ആ കുണാപ്പൊക്കെ പൊക്കി പിടിച്ച് നടക്കുന്നതാണ് നമ്മളോ മനസ്സിൽ വരിക. ആ കൂട്ടത്തിൽ ഏതോ ഒരു സ്ഥലത്ത് ഒരു സ്റ്റുഡിയോയിൽ ഇത്രയും വലിയൊരു മ്യൂസിക് ഡയറക്ടർ ഒരു പെണ്ണ് കാരണം ഓളിങ്ങനെ ഭ്രാന്ത് പിടിച്ചിട്ട് നടക്കുക. സജിന ഇയാൾ കിടന്നിങ്ങനെ അയ്യോ ഭയങ്കര കോമഡി. നിങ്ങൾക്ക് ചിരി ഒന്നും നിൽക്കാറില്ല, പക്ഷെ എനിക്കത് സത്യം പറഞ്ഞ ആ അവസ്ഥ ആലോചിച്ചിട്ടേ ചിരിക്കണം. നമ്മൾ ചിരിക്കണം, നമ്മൾ ഇവരെയൊക്കെ കളിയാക്കി ചിരിക്കണം. കാരണം അങ്ങനത്തെ ചെയ്തികളാണ് ഇവരൊക്കെ കാണിച്ചു കൂട്ടുന്നത്. ഞാൻ അപ്പോഴും റെഫർ ചെയ്യുന്നത് ഇവൻ്റെ ഭാര്യനെയാണ്. അവൾ വന്ന സമയത്ത് അവൾ എൻ്റെ അടുത്തുണ്ടോ എനിക്ക് റിലേഷൻഷിപ്പ് തുടരണ്ട, എനിക്ക് 3 കോടി മതി. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത്, അവളോട് പറഞ്ഞു, നീ പ്രശ്നം ഉണ്ടാക്കല്ലേ, അവർക്ക് ഏതെങ്കിലും രീതിയിൽ വല്ലതും പറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ സമാധാനം പറയേണ്ടി വരും. എൻ്റെ പൊന്നു മോളെ, നീ കാല് പിടിച്ച് പറയണം, നീ വാന്ന് പറഞ്ഞു പറയണേ, അവർ മരിച്ചാലും എനിക്ക് പ്രശ്നമില്ല. ഈ 2 സ്റ്റേറ്റ്മെന്റ് കേട്ടതോട് കൂടി ഞാൻ അവളുടെ മനസാക്ഷിയെ ഞാൻ ഒരു മിനിറ്റ് ഏത് അവസ്ഥ നിന്നോട് കണ്ടിരിക്കുന്നത്? ആരായാലും നിനക്ക് എന്താണ്? ദിയാണ് സംസാരിക്കുന്നത്. ദിയ, ശബ്ദിക്കരുത്, ശബ്ദം ഉണ്ടാക്കരുത്. കേട്ടല്ലേ? നിങ്ങൾ ഫോൺ വെക്കൂ. ഞാൻ ഇപ്പൊ ഏത് അവസ്ഥയിലും പ്രത്യേകിച്ച് ഇവിടെ കൂടെ കൊണ്ടുപോയി നിർത്തിയിരിക്കുന്ന നിങ്ങളിപ്പോ സമാധാനമായിട്ടിരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, ഇവള് കിടന്ന് കാണിക്കുന്ന സാധനത്തിനകത്ത് നിങ്ങൾ വീണ്ടും നിന്ന് കൊടുക്കണം. നിങ്ങൾ ഓൾറെഡി ഇപ്പൊ പ്രശ്നത്തിലായിട്ടുണ്ട്. നിങ്ങൾ അവളെ വഴിക്ക് വിട്ടിട്ട് അവളെ കയറ്റി വിടാൻ നോക്കും. നിങ്ങൾ കാര്യം നോക്കും. ഇതിൽ എന്തെങ്കിലും സംഭവിച്ചാലും അത് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാറ് സന്നദ്ധനായിട്ട് നിൽക്കുക. ഈ സന്നദ്ധനായി നിൽക്കേണ്ട സാറ് ഓസ്കാറാണ്. പൂക്കുറ്റി ഇത്രയും വൃത്തികെട്ട ഒരുത്തൻ, ഞാൻ പറയാതിരിക്കാം, ഇത്രയും വൃത്തികെട്ട ഒരുത്തൻ, അതിൻ്റെ കൂടെ കൂടിയ സ്ത്രീ, വളരെ മോശമായിട്ടുള്ളൊരു വിഷയം, വളരെ ചീഞ്ഞളിഞ്ഞൊരു വിഷയമാണ്. താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി, ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല. താല്പര്യമില്ലാത്തവർക്ക് ഇപ്പം തന്നെ സ്കിപ്പ് ചെയ്ത് പോവാം. ഇതുവരെ ഈ ഒരു വിഷയം ഫോളോ ചെയ്ത് ഒരുപാട് പേരുണ്ട്. വ്യൂവർഷിപ്പ് ഉള്ള കോണ്ടൻറ്റാണ്. ഫോളോ ചെയ്ത് ഒരുപാട് പേർക്ക് മുന്നിലേക്ക് ചില കാര്യങ്ങൾ കൊണ്ടുവരണം. കാരണം ഇത് ചില നിസ്സാരമായിട്ടുള്ള, നിസ്സാരമല്ല, ചീഞ്ഞളിഞ്ഞിട്ടുള്ള അവിഹിതം കൊണ്ട് നിൽക്കുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള 2 ആരോപണം. ഒന്ന് ഫിറോസും പിന്നെ ചെറിയ കുട്ടിയായിട്ടുള്ള വിഷയം. നല്ല ഞാൻ ഓൾറെഡി ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു. സജിന വീഡിയോ ചെയ്തിട്ടുണ്ട്, ആ ഒരു വീഡിയോ റിയാക്ട് ചെയ്തിരുന്നു. രണ്ടാമത്തെ, ഇതിൽ പലരും പല കാര്യങ്ങളും അടിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് കൊണ്ടെത്തിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൽ രമേശ് ചെന്നിത്തലയെ പിടിച്ചിട്ടുണ്ട്, വി.ഡി. സതീശനെ പിടിച്ചിട്ടുണ്ട്. അങ്ങനത്തെ പല കാര്യങ്ങളും ഇതിൽ ചീഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫോളോ അപ്പ് വീഡിയോ എന്നുള്ള കണ്ടീഷനിൽ മാത്രം കാണാം. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പ്ലീസ് ഒന്ന് പേജ് ഫോളോ ചെയ്ത് കാണാൻ ശ്രമിക്കുക. ഇതുപോലത്തെ കോണ്ടൻറ്റ് കംപ്ലീറ്റ് ഫോളോ ചെയ്യുന്നവർ മാത്രം കേട്ടോ. അത്രയും മോശം ഇതാണ്. ഇന്നലെ ദിയാസന കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിന് ചെറിയൊരു പോർഷനാണത്. ദിയാസന, ഫിറോസ് ഖാൻ, ഇവർ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് സജ്ന, പിന്നെ ഇതിൻ്റെ എല്ലാവരും നടുക്ക് കിടന്ന് വിരകിക്കൊണ്ടിരിക്കുന്ന പൂക്കുറ്റി വിരകണം. സ്വന്തം ഭാര്യ വളരെ ക്രിട്ടിക്കൽ കണ്ടീഷനിൽ കിടക്കുന്ന സമയത്ത് അവിഹിത പരിപാടികൾക്ക് പോകുന്ന അവൻ ഇതൊന്നും അനുഭവിച്ച പോരാ. അവൻ എന്ത് സാധനമാണ് എടുത്തിട്ട് വേലിയിൽ വെച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ ദിയാസനയുടെ വീഡിയോ കണ്ട സമയത്ത് നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഈ വീഡിയോ അല്ലെങ്കിൽ കാണാത്തവർക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ റിലവൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ഞാൻ വെക്കാം. കാണുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും ഈ സ്ത്രീ എന്താണെന്നുള്ളതും കൂടി. നമുക്ക് പല സമയത്ത് ലിമിറ്റേഷൻസ് എന്താ അറിയോ, സ്ത്രീകൾക്കെതിരെ പല കാര്യങ്ങളും സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ലിമിറ്റേഷൻസ് വരും. ബട്ട് ലേഡി ക്യാൻ ടോക്ക് അബൌട്ട് ലേഡീസ്. സ്ത്രീകൾക്ക് തമ്മിൽ സംസാരിച്ച, പക്ഷേ നമ്മൾ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ കൂടി അത് വിഷയങ്ങളായി വരുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇതൊന്നുമല്ല പറയേണ്ട വാക്കുകൾ. ഞാൻ ഇത്രയും ഇങ്ങനെയൊക്കെ ജീവിക്കുന്നവരുണ്ടല്ലോ എന്ന് ആലോചിച്ച് നോക്കുക. നമുക്കൊക്കെ അൾട്ടിമേറ്റ്ലി ഒരു സ്ത്രീയെ സംബന്ധിച്ച് മാനം എന്നുള്ളൊരു സംഭവമില്ലേ. രണ്ടാമത്, എനിക്ക് പൂക്കുറ്റിയുടെ കാര്യം വെച്ചു, ഓസ്കാർ കുറ്റീൻ്റെ കാര്യം വെച്ചു. വല്ലാത്തൊരു മയിലും കുറ്റിയാണല്ലോടാ താൻ. സ്വന്തം ഭാര്യ ഇപ്പം ആദ്യം പറഞ്ഞ കേസ് എന്താണെന്നറിയോ? ഇവള് പറഞ്ഞു എന്ന്, എൻ്റെ ഭാര്യ പോവാൻ, എനിക്ക് പറയാനും കൂടി വയ്യ,
പാവം ഷാദിയ എന്ന് പറഞ്ഞിട്ട് ആ ലേഡിയുടെ കണ്ടീഷൻ ആലോചിച്ചൊക്കെ. എന്തായാലും ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇതിൽ വെക്കാം. ദിയ പറയുന്ന കാര്യങ്ങൾ കുറച്ച് പിന്നെ ഈ ദിയക്കെതിരെ വന്നിട്ടുള്ള അലിഗേഷൻസിനൊക്കെയാണ് എക്സ്പ്ലനേഷൻ ഉള്ളത്. വീഡിയോയ്ക്ക് പോവാം കേട്ടോ. ഒരിക്കൽ പോലും സജനനെ പറ്റിയിട്ട് ഒന്നും മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ഇവരെന്തായാലും ഡിവോഴ്സ് ആയി, ഇനി വേറെ പ്രശ്നമില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് സജനയ്ക്ക് റസൂൽ പൂക്കുറ്റിയായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നത്. റസൂൽ പൂക്കുറ്റിയാണ് സജനയുടെ കാമുകൻ എന്ന് സജന എന്നോട് പറയാണ്. എന്റെ അറിവിലെ സജന മോനെ മോനെ ചക്കരെ ചക്കരെ മുത്തേ മുത്തേ എന്ന് വിളിച്ച് നടക്കുന്ന ഒരു പാവ ഒരു ലേഡിയാണ്. സാധാരണ എല്ലാവരുടെ അടുത്തും വന്ന് ഭയങ്കര പാമ്പറിങ്ങിലൊക്കെ സംസാരിക്കുന്ന ഒരു ലേഡി ആയിട്ടാണ് ഞാൻ സജനനെ കാണുന്നത്. എനിക്ക് ഏകദേശം ഒരു 1.5 വർഷമായിട്ട് സജനനെ വളരെ ക്ലിയർ കട്ടായിട്ടും ഈ അടുത്ത് വന്ന് താമസിക്കാൻ ഇവിടെ വന്നിട്ട് 1.5 വർഷമായിട്ടേ ഉള്ളൂ. അങ്ങനെയാണ് അറിവ്. കാരണം ഈവനിങ്ങിലൊക്കെ തിരുവനന്തപുരത്ത് ഇറങ്ങുമ്പോൾ വേറെ ഫ്രണ്ട് സർക്കിളിലും പല സർക്കിളുമായിട്ട് സജനനെ കണ്ടിട്ടുണ്ട്. അങ്ങനെ അറിയാം. അപ്പം സജനയും ഈ പറഞ്ഞ റസൂൽ പൂക്കുറ്റിയായിട്ട് റിലേഷൻഷിപ്പ് ആയ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് സജന സൂയിസൈഡൽ അറ്റംപ്റ്റിന് ശ്രമിക്കുന്നു. ഇത് കാരണം റസൂൽ പൂക്കുറ്റി എന്റെ ഫോണിലേക്ക് കോൾ ചെയ്യുന്നു, എത്രയും പെട്ടെന്ന് ഒന്ന് ചെല്ലാവോ, ഒന്ന് സജനനെ ഹെൽപ്പ് ചെയ്യാവോ എന്നൊക്കെ ചോദിക്കും. ഈ വിഷയങ്ങളെല്ലാം വീണ്ടും തുടങ്ങുന്നത് ഈ സജനയുടെ ഇൻസ്റ്റാഗ്രാമിൽ ആൻഡ് ഫേസ്ബുക്കിൽ സ്റ്റോറി ആയിട്ടൊരു ഫോട്ടോ വരുന്നതാണ്. അതായത് 9 വീക്സ് പ്രഗ്നൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോട്ടോ വരുന്നു റസൂൽ പൂക്കുറ്റിയുടെ. ഇതിലാണ് ഈ ഡിസ്കഷൻ വീണ്ടും തുടങ്ങുന്നത്. പിന്നെ സജന അത് ഡിലീറ്റ് ചെയ്ത് പോകുന്നു. പിന്നെ അതിന് വളരെ വിചിത്രമായിട്ട് ഹാക്ക് ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ടുള്ള ന്യായമായിട്ട് വരികയുണ്ടായത്. അതിനെക്കുറിച്ച് സജനയ്ക്ക് ദിയ എന്താണ് പറയുന്നത്? സജന ലാസ്റ്റ് വീക്കിൽ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റിനകത്ത് പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ 9 ആഴ്ച പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റാണ്. അത് അവരുടെ ഫോണിനകത്തുള്ള അവരുടെ പേഴ്സണൽ ഫോട്ടോയാണ്. നമുക്കറിയാം അവരുടെ പേഴ്സണൽ ഫോട്ടോ. അവർ ഫോട്ടോ കാട്ടി തന്നിട്ടുണ്ട്, ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ആ ഫോട്ടോ അവരുടെ എഡിറ്റിംഗ് രീതിയാണ്. അവരുടെ എഡിറ്റിംഗ് സ്റ്റൈൽ, അവരുടെ മുന്നോട്ടുള്ള വീഡിയോകൾ റീൽസുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അവർ തന്നെയാണ് അത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവർ ഫെബ്രുവരി 18-ാം തീയതി ഇടുന്ന അവരൊരു പോസ്റ്റ് ആദ്യമായിട്ട് ഇട്ടു. അതിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഗ്നൻസി കിറ്റിന്റെ ഒരു ഫോട്ടോ ആയിരുന്നു അവരിട്ടിരുന്നത്. അതിൽ പോസിറ്റീവ് കാണിച്ചത് റസൂൽ പൂക്കുറ്റിയുടെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാർഡായിരുന്നു. അത് അയാളെ ആദ്യത്തെ സമയം ഭീഷണിപ്പെടുത്താൻ വേണ്ടി അവൾ ഉപയോഗിച്ച വെപ്പണായിരുന്നു. കുറച്ചു നേരം അത് സ്റ്റോറിയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് ഡിലീറ്റ് ആയി പോയി. ആ സ്റ്റോറി കണ്ട ഒരുപാട് സുഹൃത്തുക്കളുണ്ട് നമുക്ക്. രണ്ടാമത്തെ ദിവസം ഇട്ട പോസ്റ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ 28-ാം തീയതി അവൾ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റിൽ ഇവർ രണ്ടുപേരുടെയും കൂടെ ഉള്ള ഒരു ഫോട്ടോ ഇട്ടിരുന്നു. റസൂൽ പൂക്കുറ്റിയും സജനയും ആയിട്ടുള്ള ഫോട്ടോ ഇട്ടു. ആ ഫോട്ടോയിലെ ഇത് ക്യാപ്ഷൻ വിവാഹിതരാവാൻ പോകുന്നു എന്നുള്ളതായിരുന്നു. അന്ന് നീലക്കോയിൽ പോലുള്ള ഓൺലൈൻ ചാനൽസുകൾ ആ പോസ്റ്റർ ഇട്ടിട്ട് അവർ ഡിലീറ്റ് ചെയ്തു. അവരുടെ അടുത്ത് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് അവരിത് ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. അവർ തന്നെയാണ് ഇടാനും പറഞ്ഞിരുന്നതെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം ആ പോസ്റ്റ് ഡിലീറ്റ് ആയിട്ട് ഒരു ലൈവ് വന്നു സജന. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 5 മിനിറ്റോ 2 മിനിറ്റോ കണ്ടുള്ള ലൈവ് ആയിരുന്നു. ആ ലൈവിൽ റസൂൽ പൂക്കുറ്റിയുടെ കയ്യെ പിടിച്ച് വലിക്കുന്നുണ്ട്. നിങ്ങൾ ഇപ്പൊ പറയണ പൊതുസമൂഹത്തിനോട് നിങ്ങൾ എന്നെ കല്യാണം കഴിക്കാൻ പോകണമെന്ന് എന്നൊക്കെ പറഞ്ഞ അയാളെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ലൈവായിരുന്നു. ആ സാധനം ഒരു 2 മിനിറ്റ് അങ്ങനെ കഴിഞ്ഞപ്പോൾ പറയുന്നതിന് വിഷമമുണ്ട്. ഏകദേശം മനസ്സിലായെന്താ വെച്ചാൽ ആ സ്ത്രീ പാവം അത് ഈ ലോകത്തുനിന്ന് അത് മരിക്കാൻ കിടക്കുക അറിയാം. ആ കട്ടിലൊഴിയാൻ കാത്തിക്കുക. നമ്മൾ പറയില്ലേ അപ്പം ചത്തിട്ട് വേണം കട്ടിലൊഴിയാൻ, അതിൽ കയറി കിടക്കാന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഉണ്ടല്ലോ. ഇത് ആ ഭാര്യ മരിക്കാൻ വേണ്ടി ആ കട്ടിലൊഴിയാൻ എത്ര വൃത്തികെട്ട സ്ത്രീയും പുരുഷനും, ഇത്ര വൃത്തികെട്ട വ്യക്തികൾ ആ കട്ടിലൊഴിയാൻ കാത്തിക്കണം അതിൽ കയറി കിടക്കാൻ. അതാണ് എനിക്ക് ഇവരെ വർത്താനത്തിൽ കണ്ട് മനസ്സിലാവുന്നത്. അത് ഓൺലൈൻകാരുടെ കയ്യിലൊന്നും കിട്ടിയില്ല, ആരുടെയും കയ്യിലത് കിട്ടിയില്ല. അത് കണ്ടവർ മാത്രം 1-2 പേരുണ്ട്. അവരെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മെൻഷൻ ചെയ്യാം. അവരുടെ ഡീറ്റെയിൽ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ അവരുടെ ഡീറ്റെയിൽസ് തരാം. ഈ പ്രജൻസി സംഭവം ഇല്ല. അവരെ നിലവിളിച്ച് ഞാൻ 3 മാസം കൊണ്ട് തന്നെ ടെൻഷൻ എടുപ്പിച്ച് അത് വെച്ചിട്ട് എന്നെ ബാർഗെയിൻ ചെയ്ത് എനിക്ക് 3 കോടി കൊടുക്കണം. ഞാൻ സാറിനോട് പറഞ്ഞു, അതെ സാർ എന്റെ ഭാര്യ മക്കളെ എല്ലാം അണ്ടർസ്റ്റുഡ് ആയി, അതൊക്കെ മനസ്സിലായി. പിന്നെ ഈ പുള്ളി നിർബന്ധമായിട്ട് എനിക്ക് അതായത് ഞാൻ ഇവിടെ ഇത്രയും വിഷയം ഉണ്ടാക്കി എന്റെ കുടുംബം പരിശ്രമിക്കും. അതിനോട് നല്ല കാര്യമായി അറിഞ്ഞത് ഇവിടെ ഇട്ട മെസ്സേജ്. പിന്നെ ഇവിളിപ്പോ പ്രൂവ് ചെയ്യാൻ കണ്ട പരിപാടി പറഞ്ഞാൽ ഞാൻ മൾട്ടിപ്പിൾ ആൾക്കാരൊക്കെ ബന്ധം ഉണ്ടാക്കി തരുക എന്ന് വെയിറ്റ് ചെയ്യും. എനിക്ക് സമയമുണ്ടോ ഒരു സുഹൃത്തുക്കളെ പോകല് സെറ്റിൽ എനിക്ക് സമയമുണ്ടോ ഞാൻ കണ്ടുള്ള ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ഞാൻ കവൻസ് പോകുന്നു ആൻസൈറ്റി ഉണ്ട്. ഞാൻ പോകത്തില്ല വന്നു. ഇപ്പൊ ഇതൊരു സിറ്റുവേഷൻ എത്തിയിരിക്കുകയാണ്. നമുക്കൊന്നും എനിക്ക് പോകാൻ പറ്റത്തില്ല. ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനത്തെ ഒരു ത്രെട്ടില് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതെ ഞാൻ അതാണ് ചെയ്യുന്നത്. അതാണ് ഞാൻ നിങ്ങളെ മനസ്സിലാണ് ഞാനിപ്പോ. പിന്നെ പക്ഷെ അതിനെ ഇവൾ ഡിമാൻഡ് ചെയ്തത് ഇഷ്ടമാണ്. അതിനവൾ ഡിമാൻഡ് ചെയ്യുന്നത് പണമാണ്. സെറ്റിൽ ചെയ്യാൻ അതെ മാത്രമേ നടക്കുള്ളൂ. 3 കോടി തന്നെ ഇരിക്കുന്നു. ഞാൻ ആൾറെഡി അവൾക്ക് എന്റെ അക്കൗണ്ടിൽ നിന്ന് 40 lakhs 39% പൈസ കൊടുത്തിട്ടുണ്ട്. 3 കോടിയാണ് ഡിമാൻഡ് ചെയ്യുന്നത്. റസൂലിൻ്റെ പൂക്കുറ്റിയുടെ വോയിസ് തന്നെയാണ് 3 കോടിയാണ് ഡിമാൻഡ് ചെയ്യുന്നത്. ഓൾറെഡി 40 കോടി കൊടുത്തിട്ടുണ്ട്. 40 കോടി 40 ലക്ഷം 40 കോടിയല്ല കേട്ടോ, ക്ഷമിക്കണം. ഓൾറെഡി 40 ലക്ഷം. ഞാൻ അറിയാതെ തെറ്റി പറഞ്ഞാണ്. 40 ലക്ഷം രൂപ
കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു വോയിസ് ക്ലിപ്പ് തന്നെയാണ്. September onwards, I have paid her almost 40 lakhs. അത് കൂടാതെ ഡയമണ്ട് റിങ്, മോതിരം, വാച്ച്, അതിൻ്റെ രജിസ്റ്റർ കിടക്കുന്ന 10 ഗ്രാമിൻ്റെ ലോക്കറ്റ്, അതിന് മുമ്പുള്ള ലോക്കറ്റ്, മാല, എല്ലാം ഇതൊക്കെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ്റെ ഒരു സാധനം ചെയ്തിട്ടില്ല. അത് തന്നെ മറ്റു ഇവനോ അലവലാതി, മറ്റത് എന്താ പറയുക, ഗോൾഡ് ഡിഗ്ഗർ, പക്ക ഗോൾഡ് ഡിഗ്ഗർ. പക്ക ഗോൾഡ് ഡിഗ്ഗർ എന്നൊരു വാക്കുണ്ട് ഇംഗ്ലീഷിൽ. പക്ക ഇവിടെ എന്നോട് ഭയങ്കര കളിയായിട്ടുണ്ട്. വെച്ചാൽ കാര്യമാണ്. അതുകൊണ്ട് ഇതിനുള്ള പ്രൊട്ടക്ഷൻ എന്ത് സംഭവിച്ചാലും ഉപയോഗിക്കത്തില്ല. എന്നൊരു കള്ളം പറഞ്ഞിട്ട് ഇപ്പം ഇത് ഇപ്പോൾ വളരെ നിർബന്ധിച്ച് എന്നെ കൊണ്ട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് അതൊരു പേടിയുണ്ട്. ഞാൻ അടുത്ത മാസം നെക്സ്റ്റ് മന്ത് എല്ലാം പ്രശ്നമാകുമെന്നൊരു പേടിയുണ്ട്. ക്ഷമിക്കണം എൻ്റെ ഫാമിലി ഓഡിയൻസ് കേൾക്കുന്നുണ്ടെങ്കിൽ. പിന്നെ ഈ സേഫ് പീരീഡ് അല്ലാത്ത സമയത്ത് പ്രൊട്ടക്ഷൻ ഉപയോഗിക്കാൻ സമ്മതിക്കില്ല. എന്നിട്ട് ഇയാൾ പേടിക്കുന്നുണ്ട്. എത്ര ചീഞ്ഞ വിഷയമാണല്ലേ. ഇതൊക്കെ നിർബന്ധിച്ചിട്ട് സജിനെ ചെയ്യിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ പൂക്കുറ്റിയുടെ വോയിസാണ്. സ്വന്തം പൂക്കുറ്റി, എൻ്റെ ബാപ്പയാണ് പൂക്കുറ്റി, എൻ്റെ സഹോദരനാണ് പൂക്കുറ്റി. പടുകുഴിയിൽ നിന്ന് എന്നെ വലിച്ച് എണീപ്പിച്ചവനാണ് പൂക്കുറ്റി. എന്തൊരു കഷ്ടമാണോ പറയാ. ബാപ്പാനോടാണോ ഈ 12 വയസ്സുള്ള എനിക്ക് സത്യം പറയാം. ബാപ്പാനോടാണ് ഈ സമയത്ത് പ്രൊട്ടക്ഷൻ പോലും ഉപയോഗിക്കാതെ. എന്നിട്ട് ഇയാൾ ബാപ്പ പേടിച്ചിരിക്കരുന്നു എന്ന്. സ്വന്തം ബാപ്പ എൻ്റെ അച്ഛനാണ്. തീരെ സുഖമില്ലാതായി. ഇന്നലെ സ്കാനിങ് ചെയ്തപ്പം ബ്രെയിൻ കംപ്രഷൻ ആയിട്ടുണ്ട്. അത് സീരിയസ് ആണ്. അങ്ങനെ ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. ആ ലൈവില് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. അതും അയാൾ കോംപ്രമൈസ് ചെയ്ത് കോമ്പൻസേറ്റ് ചെയ്യാന്ന് പറഞ്ഞാണോ പൈസ കൊടുക്കാന്ന് പറഞ്ഞാണോ എന്താണെന്ന് അറിഞ്ഞൂടാ. അയാൾ അതിന് ഇതാക്കി കളഞ്ഞു. കാരണം ഇവർ ഇതെടുത്ത് രണ്ടാമത്തതിന് അവരെങ്കിൽ പിന്നെ പൊന്നെ ചക്കര പാല ആവുകയാണ്. ഇവർക്ക് ഇങ്ങനെ ട്രിഗറിങ് വരുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അപ്പൊ റസൂൽ പൂക്കുറ്റിയുടെ എന്തെങ്കിലും സാധനത്തിനെ പബ്ലിഷ് ചെയ്യും. അവൾ പൊതുവെ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ തന്നെയാണ്. അവർക്ക് ആരോടെങ്കിലും ഒരു ദേഷ്യം ഉണ്ടായാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അവർ മോശക്കാരാണെന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അപ്പം നമ്മളും അങ്ങനെ കണ്ടാൽ മതി. സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ സമയത്ത് പല ആവശ്യങ്ങൾ വരുമ്പോൾ ആൾക്കാർ പലതും പാനിക്കാവും. നമ്മളൊക്കെ കുറേ ബുദ്ധിമുട്ട് എന്താ പറയുക, എവിടുന്ന പൈസ ഉണ്ടാക്കാതൊക്കെ കുറേ അധ്വാനിക്കും അല്ലേ, പല ജോലികളൊക്കെ ചെയ്യും. ഇവിടെ ഈ ഒരു ഐറ്റം വെച്ചിട്ട് വില പേശുന്ന ഏതെങ്കിലും രീതിയിൽ കൊടുക്കുന്ന രീതിയിലുള്ള സാധനങ്ങൾ അവൾ ചെയ്യുമായിരുന്നു. അപ്പൊ ഈ പോസ്റ്ററിലാണ് ഞങ്ങൾ അവളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതായത് നീ എന്തിനിങ്ങനെ ചെയ്തു എന്ന് ചോദിക്കുന്ന സമയത്ത് ഇവള് ബോംബെയിലാണുള്ളത്. ബോംബെയിൽ വെച്ച് റസൂൽ പൂക്കുറ്റിയുടെ ഫ്ലാറ്റിൽ നിന്ന് സ്റ്റുഡിയോയിൽ നിന്ന് ഇവള് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഇവളെ റസൂൽ പൂക്കുറ്റിയുടെ ഫോൺ ഹാക്ക് ചെയ്യുന്നു. അതിൽപ്പെട്ട സ്ത്രീകളെയൊക്കെ വിളിച്ച് തെറി വിളിക്കുന്നു. അയാൾ ഭയങ്കര പാനിക് ആവുന്നു. അയാൾ ഞങ്ങളുടെ അടുത്ത് കരഞ്ഞ് നില വിളിച്ചുകൊണ്ട് വന്നിട്ട് അയാൾ വന്ന് സംസാരിക്കുന്നു, എങ്ങനെയെങ്കിലും ഈ വിഷയം ഒന്ന് സോൾവ് ചെയ്ത് തരണം. ഇതൊക്കെ കേൾക്കുമ്പോൾ ചെറിയ സന്തോഷം കേട്ടോ. ഞാൻ അവൻ്റെ അവസ്ഥ ആലോചിച്ചൊക്കെ, ഓസ്കാറിൻ്റെ അവസ്ഥ. അവൻ്റെ കയ്യിലുള്ള ആ വീഡിയോയിൽ 2 മൈക്കും അത് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു പിക്ചറിൽ കണ്ടോ? ഇവൻ റസൂലിനെ പൂക്കുറ്റീനെ അടിച്ചു നോക്കി കഴിഞ്ഞാൽ അതിൽ കാണാന്ന് വെച്ചാൽ ഇവൻ രണ്ട് പ്രത്യേക ഷേപ്പുള്ള സാധനം കൊണ്ടിങ്ങനെ നിൽക്കും. ഇതാണ് ഇവൻ്റെ ഫോട്ടോ. അതും ഇവൻ്റെ ചെയ്തികളും ഇവൻ ആ അനുഭവിച്ചിട്ടുള്ള സംഭവമൊക്കെ ആലോചിച്ച് നോക്കുന്ന സമയത്ത് ആ സ്ത്രീയുടെ പ്രാർത്ഥന, ആ പാവം പിടിച്ച സ്ത്രീ, ആക്ച്വലി അവരാണ് ഇവിടെ സപ്പോർട്ട് വേണ്ടത്. എന്തൊരു അവസ്ഥയാണ് പാവത്തിന്. എനിക്കൊന്നും ഈ സോഷ്യൽ മീഡിയ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാതിരിക്കട്ടെ അവർ. കാര്യം ഞങ്ങളെന്ന് ഞാൻ പറയുന്നത് ഈ സജിനെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുള്ള ഒരാളല്ല, ഏകദേശം ഒരു കൂട്ടം മനുഷ്യരുണ്ട്. ഏകദേശം 8, 9, 10ഓളം ആളുകൾ സജിനെ സപ്പോർട്ട് ചെയ്യാൻ വന്നിട്ട് ഇപ്പോഴും അവര് ഭയങ്കരമായിട്ട് ബാക്കിൽ ഉൾവലിഞ്ഞാണ് നിൽക്കുന്നത്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സജിനയുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സജിനയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ സജിന ഇവരെയൊക്കെ എടുത്ത് വെളിയിലിടും അത്ര. പക്ഷേ ഈ റീസൺലി ലേറ്റസ്റ്റ് വന്ന സുഹൃത്ത് ഞാനാണ്. ആക്ച്വലി എനിക്കിത് അറിയില്ലായിരുന്നു. ഞാൻ അറിയുന്നത് ഈ പറഞ്ഞ പബ്ലിക്കിന്റെ ഇടയിലേക്ക് എന്നെ പറ്റിയിട്ട് അപവാദം പറയുന്ന സമയത്താണ് അവളുടെ യഥാർത്ഥ സ്വഭാവം ഞാൻ അറിയുന്നത്. അതിനുശേഷമാണ് ഈ സുഹൃത്തുക്കൾ എല്ലാവരും എൻ്റെ അടുത്ത് പറയുന്നത് ഇതുപോലെ ദിയ ഇവളുടെ സ്വഭാവം ഇങ്ങനെയാണ്, ഞങ്ങളൊക്കെ പേടിച്ചിട്ടാണ് ഇപ്പോഴും റിലേഷൻഷിപ്പും കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോണേന്ന്. ഞാൻ ആകെ ഷോക്കായി പോയി. ഇത്രയും വലിയ കോംപ്ലിക്കേറ്റഡ് ഒരാളിന്റെ ഒപ്പമായിരുന്നു ഞാൻ നിന്നിരുന്നുള്ള രീതിയിൽ. ഞാൻ എങ്ങനെ പിണങ്ങി എന്നുള്ളതിനെ പറ്റിയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നോട്ട് പറയാം. അങ്ങനെ ബോംബെയിൽ വെച്ചിട്ട് ഇയാൾ വിളിക്കുന്നു, ഇയാൾ പാനിക്കാവുന്നു, ഇയാൾ ഭയങ്കര വിഷമം പറയുന്നു.
സജനേനെ വിളിക്കുന്നു ഞങ്ങൾ, അന്നൊക്കെ സുഹൃത്താണ്. അവളെ ഫോൺ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, നീ ഇങ്ങനെ ചെയ്യരുത്, നീ ഇങ്ങനെ റസൂൽ പൂക്കുറ്റി പറഞ്ഞു അയാളുടെ ഭാര്യയ്ക്ക് നീ മെസ്സേജ് അയച്ചു എന്ന്, അപ്പം നീ അത് ചെയ്യരുത്, അവർക്ക് ബ്രെയിൻ ട്യൂമർ ബ്രസ്റ്റ് ക്യാൻസർ ആയിട്ടൊക്കെ ഇരിക്കുന്ന ഒരു സ്ത്രീയാണ്, അവർക്ക് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ നീ അതിന് സമാധാനം പറയേണ്ടി വരും സജന, നീ ഇങ്ങനെ ചെയ്യില്ല, നീ എത്രയും പെട്ടെന്ന് നിങ്ങൾ വാന്ന് പറഞ്ഞു അവളെ കാല് പിടിച്ചിട്ട് ഞങ്ങൾ വിളിക്കുക അവളെ. അപ്പൊ അവൾ എന്റെ അടുത്ത് പറയാണ്, എനിക്ക് അവര് മരിച്ചാലും വേണ്ടൂല, എനിക്ക് എന്റെ ജീവിതം സേഫ് ആക്കിയാൽ മതി, എനിക്കിപ്പം ഷാദിത്തയുടെ കാര്യം അറിയേണ്ട കാര്യമില്ലാന്ന്. ആലോചിച്ച് നോക്കണം, ഒരു ഭാര്യ ഉള്ള ഒരാള് അയാള് എന്താണ് ഈ ജീവിതം സേഫാക്കൽ? ഇതാണ് വളരെ സേഫാണ് ജീവിതം. സോഷ്യൽ മീഡിയയിൽ സജനയുടെ ജീവിതം വളരെ സേഫാണ്. ഇതിലേറെ കൂടുതൽ എന്ത് വേണമല്ലേ മനുഷ്യന്? സമാധാനം, ഒരാളിന്റെ അടുത്ത് റിലേഷൻഷിപ്പ് വയ്ക്കുന്നു. ഈ സ്ത്രീ ആ ഭാര്യയായിട്ടുള്ള ആ സ്ത്രീക്ക് ഒരു കൺസേണും കൊടുക്കാതെ അവർ ചത്താലും കുഴപ്പമില്ല, അവർ ചാവണമെന്നുള്ളതാണ് അവളുടെ ആഗ്രഹം, എന്നിട്ട് അവൾക്ക് അയാളുടെ ലൈഫിൽ കയറി പോകണമെന്ന്. എങ്ങനെയാണ് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എനിക്ക് ഈ ഒരു വിഷയത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്നത്? അവൾ പറഞ്ഞല്ലോ MDMA പേരിലാണ് അവളുടെ അടുത്ത് പിണങ്ങിയെന്ന്. ഒരിക്കലും അല്ല. ഈ വിഷയം പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആദ്യം അവളെ തെറി വിളിച്ചു. നല്ല വൃത്തിക്ക് തന്നെയാണ് ഞാൻ തെറി വിളിച്ചത്. എനിക്ക് അതിനകത്ത് ഇതൊന്നും തോന്നുന്നില്ല. ഒരു സ്വന്തം ഭാര്യ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാനത്തേക്ക് വരണം, മരിച്ചാലേ എനിക്ക് അതിന് സൗകര്യം കിട്ടുള്ളൂ എന്നൊരു സ്ത്രീയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതൊന്ന്. രണ്ടാമത്തെ, ഞാൻ അപ്പോഴും പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇതിനോട് പറഞ്ഞു, ഇത് ഫിറോസൊക്കെ വല്ല അറിഞ്ഞാലുണ്ടല്ലോ, ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് നിങ്ങൾ ഡിവോഴ്സ് ആയിട്ടില്ല എന്നുള്ളത്. ഡിവോഴ്സ് ആവാതെ നീ ഇത്തരം വിഷയങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഫിറോസൊക്കെ വല്ല അറിഞ്ഞാലുള്ള ഭവിഷ്യത്തിനെ പറ്റി നീ ആലോചിച്ച് നോക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ പറയുന്നത്. എനിക്ക് അവനെ പറ്റിയിട്ട് ഒരു ചുക്കും അറിയേണ്ട കാര്യമില്ല. അവൻ എന്റെ കുഞ്ഞിനെ അബ്യൂസ് ചെയ്തു എന്നുള്ളത്, അതായത് കുഞ്ഞിനെ അബ്യൂസ് ചെയ്തു എന്ന് ഫിസിക്കലി പറഞ്ഞ് ഞാൻ കേസ് കൊടുക്കും അവനെതിരെയെന്ന് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. ഞാൻ മൈനറായി നിൽക്കുന്ന സാഹചര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ സ്ത്രീ എൻ്റെ അടുത്ത് പറഞ്ഞ ഈ വിഷയത്തെ ഞാൻ വളരെ ഗൗരവമായിട്ട് കാണുകയും എനിക്ക് ആകെ ഷോക്കാവുകയും ഞാൻ മാനസികമായിട്ട് നല്ല ബുദ്ധിമുട്ടാവുകയും നല്ല രീതിയിൽ ചീത്തവിളിയെന്ന് മാത്രമല്ല, ഞാൻ ആകെ ഷോക്കായിട്ട് ഞാൻ തരിച്ചിരുന്നു പോയി. അതുവരെ മോനെ 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 എന്ന് വിളിക്കുന്ന ഒരു സജനയാണ് എനിക്ക് അറിയുന്നത്. ഒന്ന് ആലോചിക്കണം, സ്വന്തം കുഞ്ഞിനെയാണ് അവൾ എൻ്റെ അടുത്ത് ഇത് പറയുന്നത്. ഇത് കേട്ടവരും അറിഞ്ഞവരും ഇതേ വർത്താനം പറഞ്ഞവരുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ സീക്രട്ട് എന്റെ സായിയുടെ അടുത്ത് നിങ്ങൾ ചോദിച്ചു, ഇതേ കാര്യം അവന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പോലും ഞാൻ CWCക്ക് ഫിറോസിക്കാക്കെതിരെ വേറൊരു 17 വയസ്സായ ഒരു കുട്ടിക്ക് എതിരെ വെച്ച ഒരു അലിഗേഷൻ ഉണ്ട്. അതിനെതിരെ ഞാൻ പരാതി കൊടുക്കാൻ വേണ്ടി പോവാണ്. അത് തെളിയിക്കണം. ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ സജന പൊതുസമൂഹത്തിന് മുമ്പിൽ വന്ന് അത്തരത്തിലുള്ള അധിവേശം നടത്തിയതിന് പറയണം. ഇനി ഞാൻ ഫൈറ്റ് ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഞങ്ങൾ അത് വിശ്വസിക്കാത്തതെന്ന് ചോദിച്ചാൽ, സജന എന്നോട് സ്വന്തം മകളെ പുള്ളി ഉപദ്രവിച്ചു എന്നുള്ള സംഭവം പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ട് വീണ്ടും എടുത്ത് ചോദിച്ചപ്പോൾ ഫിസിക്കലി അല്ല, അത് പിന്നെ ഞാൻ അത് വലിയ ട്രിഗറായി സംസാരിക്കുമ്പോൾ ഇല്ല, ഫിസിക്കലി അല്ല, അത് മെന്റലി എന്ന് ഇവിടെ പറഞ്ഞതാണ്. ഒന്ന് ആലോചിക്കണം. അപ്പൊ അവൾ എന്തിനും മടിക്കത്തില്ല. അങ്ങനെ ഒരു സ്ത്രീ എങ്ങനെ സൗഹൃദത്തിൽ കൂടെ തുടരും? ഇങ്ങനെയാണ് ഞാൻ അവളായിട്ട് തെറ്റുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ ഉള്ള കാര്യം പറയാം. ഞാൻ നല്ല വൃത്തിക്ക് തെറി വിളിച്ചു. ഇനി ജന്മത്തെ എന്റെ അടുത്ത് വന്ന് ഞാൻ കാലേ വരെ തറയിലടിക്കുമെന്ന് തന്നെ പറഞ്ഞു. എനിക്കിനി ഒരു രീതിയിലും ഈ സ്ത്രീയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇതാണ് അവർക്കുള്ള പ്രശ്നം. ഹലോ, എവിടെയാ? ഞാനിപ്പോൾ സ്റ്റുഡിയോയിലാണ്. ഇയാൾ പിന്നെ ഉമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിരുന്നു. ബ്രീത്ത് ചെയ്യാൻ പറ്റാണ്ടായി, ഭയങ്കര ആങ്സൈറ്റി ആയി. അങ്ങനെ ഞാൻ ടിക്കറ്റ് 11:10 ഫ്ലൈറ്റിന് ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു. അങ്ങനെ കൊണ്ടുപോകുന്ന വഴിക്ക് ഡോക്ടറെ കാണിക്കാനായിട്ട് വഴിക്ക് കൊണ്ടിറക്കി. അവിടെ കക്ഷിക്ക് നിൽക്കാൻ പറ്റാത്തതിൽ മറിഞ്ഞു വീണ റോഡിൽ ആൾക്കാരെല്ലാം കൂടെ കൂടി അവിടെ നിന്ന് പൊക്കിയെടുത്തൊരു കസേരയിൽ ഇരുത്തി ഡോക്ടർ അവിടേക്ക് വിളിച്ച് വരുത്തി, നടു റോഡിൽ വിളിച്ച് വരുത്തി BP ഒക്കെ ചെക്ക് ചെയ്തപ്പോൾ കക്ഷിക്ക് ആങ്സൈറ്റി ആണെന്ന് പറഞ്ഞു അവിടെ നിന്ന് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു. അവിടെ നിന്ന് തിരിച്ച് ഞങ്ങൾ പൊക്കിയെടുത്ത് വീട്ടിൽ റൂമിൽ സ്റ്റുഡിയോ കൊണ്ടുവന്നിട്ടുണ്ട്. 6:30 ഫ്ലൈറ്റിലേക്ക് ട്രിവാൻഡ്രത്തേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റുഡിയോയിൽ ഇതാണ് പരിപാടിയില്ലേ? വലിയ സൗണ്ടിന്റെ കുണാണ്ടറാണ്. ഓസ്കാർ വിന്നറാണ് സ്റ്റുഡിയോക്കകത്ത് നടക്കുന്ന പരിപാടി. എന്തൊരു കഷ്ടമാണ് ഭഗവാനെ. പക്ഷെ എന്നാലും ഈ പ്രതിസന്ധികൾക്കിടയിലും ഈ പരിപാടികൾക്കിടയിലും താൻ ആ ഓസ്കാർ കൊണ്ടുവന്നുണ്ടല്ലോ ഇന്ത്യക്ക് വേണ്ടി. അത് ആലോചിക്കുമ്പോഴാണ് ഒരു സമാധാനം. എല്ലാം നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് നമ്മളെ ഭാരതത്തിനെ ലോകത്തിന് മുന്നിൽ ഉയർത്തിപ്പിടിക്കുവാനാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു സമാധാനം. എൻ്റെ വീട്ടിൽ മൊത്തം പ്രശ്നങ്ങളാണ്. അല്ല, ഇപ്പൊ സാറിന്റെ അടുത്തുണ്ടോ അവള്? എൻ്റെ അടുത്തുണ്ട്. പക്ഷെ നിങ്ങൾ സംസാരിക്കണ്ട. ഇല്ല, ഞങ്ങൾ സംസാരിക്കില്ല. ഞാൻ ചിരിക്കാൻ കാരണം എന്താ പറയുക, സോറി, ഞാൻ ഇവൻ്റെ അവസ്ഥ ആലോചിക്കുക. വലിയ ഓസ്കാർ ജേതാവാണ്. പുറത്തേക്ക് എല്ലാവരും ഇപ്പം ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് നടക്കണത്, മറ്റേ സാധനം ആ കുണാപ്പൊക്കെ പൊക്കി പിടിച്ച് നടക്കുന്നതാണ് നമ്മളോ മനസ്സിൽ വരിക. ആ കൂട്ടത്തിൽ ഏതോ ഒരു സ്ഥലത്ത് ഒരു സ്റ്റുഡിയോയിൽ ഇത്രയും വലിയൊരു മ്യൂസിക് ഡയറക്ടർ ഒരു പെണ്ണ് കാരണം ഓളിങ്ങനെ ഭ്രാന്ത് പിടിച്ചിട്ട് നടക്കുക. സജിന ഇയാൾ കിടന്നിങ്ങനെ അയ്യോ ഭയങ്കര കോമഡി. നിങ്ങൾക്ക് ചിരിയൊന്നും നിൽക്കാറില്ല, പക്ഷെ എനിക്കത് സത്യം പറഞ്ഞ ആ അവസ്ഥ ആലോചിച്ചിട്ടേ ചിരിക്കണം. നമ്മൾ ചിരിക്കണം, നമ്മൾ ഇവരെയൊക്കെ കളിയാക്കി ചിരിക്കണം. കാരണം അങ്ങനത്തെ ചെയ്തികളാണ് ഇവരൊക്കെ കാണിച്ചു കൂട്ടുന്നത്. ഞാൻ അപ്പോഴും റെഫർ ചെയ്യുന്നത് ഇവൻ്റെ ഭാര്യനെയാണ്.
നിങ്ങൾ തിരുവനന്തപുരത്ത് കക്ഷി വരുമ്പോൾ നിങ്ങൾ പോയി കാണണം, കണ്ടിട്ട് ഈ ഇല്ല കാണിച്ച സാർ, ഇല്ല ഇല്ല സാർ, ഇല്ല സാർ, നോ ഇല്ല സാർ. ഞങ്ങൾ ഇനി ഒരു ഇനി രീതിയിലും ഇനിയില്ല കണക്റ്റഡ് ആവില്ല ഇനി സാർ. കണക്റ്റഡ് ഐ ആവില്ല. എം റിയലി സോറി സാർ. നിങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യണമെന്നോ എന്തോന്നൊന്നും നമുക്ക് എസ്പെഷ്യലി അറിഞ്ഞൂടാ. ഞാനാവില്ല. എന്നാ വെച്ചാൽ ദിയയ്ക്ക് അയച്ച വോയിസ് മെസ്സേജിലുണ്ട് ഇക്കായ്ക്ക് എന്നോട് ദേഷ്യമാണെന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ളടത്ത് പിന്നെ നമ്മൾ ഇക്കായ്ക്ക് വേണ്ടി പോലും ഇത് ഇന്നലെ ആ വോയിസ് കേട്ടത് കേട്ടോ ഒന്നും ചെയ്തില്ല. റോഷ്നി. കാരണം കഴിഞ്ഞ പ്രശ്നത്തില് ഇക്ക എന്നെ തെറ്റിദ്ധരിച്ച്, ഇക്ക ഒരു കാര്യം മനസ്സിലായി, കഴിഞ്ഞ പ്രശ്നത്തിൽ എന്നെ തെറ്റിദ്ധരിച്ച് ഇക്ക പറഞ്ഞെന്നാണ് പറയുന്നത് ഞാനാണ് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയെന്ന്. അത് അങ്ങനെയാണോ ഇക്ക? അങ്ങനെയാണോ എനിക്കറിയത്തില്ല. നിങ്ങൾ ഞാൻ എല്ലാവരും കൂടി മാനിപ്പുലേറ്റ് ചെയ്ത് ഞാൻ വെച്ചേക്കുന്ന ഞാൻ കാര്യങ്ങൾ പറ എനിക്കറിയത്തില്ല. അങ്ങനെയല്ല ഇത് അറിഞ്ഞിട്ട് കേക്ക്, ഇത് അങ്ങനെയല്ല അറിഞ്ഞിട്ട് അങ്ങനെയല്ല എന്റെ അമ്മ പറയട്ടെ ബോധം കെട്ട് പറയട്ടെ വീണ് ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരുന്ന സമയം. ഞാൻ പറയട്ടെ ആ അമ്മ, ആ ഞാൻ അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. ആ ആ ഞാൻ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ തവണ ഇവള് പോയൊരു കുരുക്കിൽ ചാടി. സോറി, ഇത് റോഷ്നി അല്ല കേട്ടോ, അന്നമ്മ. കുറെ ആൾക്കാരെല്ലാം ആ കൺഫ്യൂസ് ആയി പോയി. അന്നമ്മ എൻ്റെ നല്ല സുഹൃത്ത്, എൻ്റെ സുഹൃത്താണ്, എൻ്റെ നല്ലത് മാത്രം ആഗ്രഹിക്കുന്ന ആൾ. ഇവ എപ്പോഴും ആ അന്നമ്മയെ എൻ്റെ അടുത്ത് ജസ്റ്റിഫൈ എങ്ങനെയാണ്, ആ നിങ്ങൾ ആ പറയുന്ന അവൾ കേൾക്കില്ല, ആ നിങ്ങൾ പറയുന്ന അവൾ കേൾക്കില്ല, അവൾ എൻ്റെ സുഹൃത്താണ്, അവൾ എൻ്റെ നല്ലത് മാത്രമേ നോക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു നിന്റെ നല്ലത് മാത്രം നോക്കുന്ന നിന്റെ സുഹൃത്താണ്, കറക്റ്റാണ്, നിന്റെ നല്ലത് നോക്കുള്ളൂ. പക്ഷേ നമ്മളൊരു കുഴിയിൽ ചാടുമ്പോൾ നെല്ലും പതിരും പറഞ്ഞു കൊടുക്കണ്ടേ? അത് അന്നമ്മ നെല്ലും പറഞ്ഞു പതിരും കൊടുത്തു. പറഞ്ഞു കൊടുത്തായിരുന്നോ നമ്മളോടൊന്ന് ചോദിച്ചു നോക്കി. ഇവള് അതെ, മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞത് ഞാൻ വേറൊരു കാര്യം കൂടെ, എക്സാക്ട്ലി. അല്ല ഒരു മിനിറ്റ്, നെല്ലും പതിരും പറഞ്ഞു കൊടുത്തായിരുന്നോ എന്ന് ചോദിച്ചു നോക്കിക്കേ. എന്നിട്ടും ഞാൻ അവളുടെ കൂടെ നിന്നിട്ട് ഇന്നിപ്പോ ഞങ്ങൾക്ക് അയച്ച മെസ്സേജ് എന്നാണെന്നറിയോ, ഇക്കാടെ കൂട്ടത്തിൽ ഞങ്ങള് എന്താ പറയാ അവൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്താ പറഞ്ഞു കൊടുത്ത് അവളെ ഞാൻ ഇക്കാനെയും കൂടെ തെറ്റിക്കുവാണ്, ഞാൻ മാനിപ്പുലേറ്റ് ചെയ്ത് ഞാൻ ഇക്കാനെയും അവളെയും കൂടെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പല കാര്യങ്ങൾ ചെയ്യുന്നു ഇവള് സ്പീക്കർ ഇട്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് മമ്മിക്ക് വയ്യാണ്ടായത്. അറിയാവോ ഇക്ക? എന്റെ അമ്മയ്ക്ക് സ്ട്രോക്ക് വന്ന് കഴിഞ്ഞ പ്രാവശ്യം ഹോസ്പിറ്റലായതാ. ഇനി ഞാൻ അവളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം എനിക്കിനി നിങ്ങളുടെ ഇതിൽ ഇടപെട്ട് എനിക്ക് പഴി കേൾക്കാൻ വയ്യ. കാരണം എനിക്ക് എന്റെ ലൈഫുണ്ട്. ഞാൻ എൻ്റെ വളരെ അന്നമ്മ സ്ട്രൈറ്റ് ആയിട്ട് അല്ല, ഇക്ക ഒരു കാര്യം മനസ്സിലാക്കണം, 10 വർഷം ഞാൻ ഇൻഡസ്ട്രിയിൽ നിന്നാലും ഞാൻ വളരെ സ്ട്രൈറ്റ് ആയിട്ട്, എന്റെ ഫാമിലി അങ്ങനെ അല്ല. ഇക്കാടെ ഫാമിലി വലുതല്ലേ, എന്റെ ഫാമിലി, എന്റെ കസിൻസ് ഫുള്ളി ഇപ്പൊ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇക്കൊക്കെ അറിയോ, ദിയ സാക്ഷിയാണ്. എന്നെ എല്ലാവരും പറഞ്ഞു ഒരു പ്രാവശ്യം നിന്നെ സജന ദ്രോഹിച്ചതാണ് നീ ഇക്കാക്ക് വളരെ വലുത് തന്നെയാണ് ഫാമിലി. പക്ഷെ ആരുടെ ഫാമിലി, എവിടെ നിന്നുണ്ടാക്കിയ ഫാമിലി എന്ന് മാത്രം സംശയമുള്ളൂ. കയറ്റി എന്ന് പറഞ്ഞിട്ട് എന്റെ കസിൻസ് കോട്ടയത്ത് നിന്ന് വരെ വന്നിട്ടുണ്ട്. അറിയാവോ? ഇവൾ എന്നോട് പറഞ്ഞെന്നറിയോ ഇപ്പൊ എന്റെ ലൈഫ് ഇടപെടരുതെന്ന്. പിന്നെ ഇവളുടെ ഉമ്മീനെ വിളിച്ചെന്ന്, ഇവൾ അവിടെ കിടന്ന് ഷാദിത്തേനെ വിളിച്ച് ഞങ്ങൾ തിരിച്ച് കയറി വാ പട്ടീനെ പോലെ പറഞ്ഞു. ഞാനും ദിയേം പറഞ്ഞു. ഇവള് കേൾക്കാണ്ടായപ്പോൾ ഞാൻ ഇവളുടെ ഉമ്മീനെ വിളിച്ചു. കാരണം എന്താ ഇവള് കാണിക്കുന്ന രീതി വെച്ചിട്ട് ഉമ്മയെങ്കിലും പറയുന്നത് കേട്ട് തിരിച്ച് വരട്ടെ എന്നും. പിന്നെ എന്റെ വീട്ടിൽ നിന്നാണ് പോയത്. ഇക്ക ഒരു കാര്യം മനസ്സിലാക്കണം, എന്റെ വീട്ടിൽ നിന്ന് അവിടെ പോയിട്ട് ഷാദിത്തെ ഇവളും നമ്മൾ ഷാദിത്തേക്ക് എന്ത് സംഭവിച്ചാലും ഇവക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് മനസാക്ഷി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഞാൻ ഇവളെ കൂടെ പറപ്പിനെ പോലെയാണ് കണ്ടത്. ഇവൾ ഇന്ന് പറഞ്ഞ കുറെ വാക്കുകൾ, ഇന്നിപ്പോ എനിക്ക് അയച്ച ഒരു വോയിസ് ഉണ്ട്, ഞാൻ ഇക്കാക്ക് അയച്ചു തരാം. മാനിപ്പുലേറ്റ് ചെയ്ത് ഞാനാണ് മാനിപ്പുലേഷൻ ചെയ്യണത്, ഞാൻ ഇക്കാനെ ഇവളെയും കൂടെ തെറ്റിക്കുക. കഴിഞ്ഞ പ്രാവശ്യം ഇക്കാൻ്റെ അടുത്ത് ഇവളെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു കോൺഫറൻസ് കോൾ ഞാൻ ഇക്കാൻ്റെ അടുത്ത് പറഞ്ഞു, ഇക്കോടെ എനിക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഇവൾ എൻ്റെ അടുത്ത് പറഞ്ഞ എന്താണെന്നറിയോ, ഞാൻ ഇപ്പൊ അവളെ കേൾപ്പിച്ചാലും കുഴപ്പമില്ല, അവളെ മുമ്പിൽ എന്ന് പറഞ്ഞത് ഇക്ക എന്നെ പറ്റി എന്നെ വിശ്വാസമില്ലെന്ന് പറഞ്ഞെന്ന്. ഞാൻ ഇക്കോടെ എന്താ ഇവളെ പറ്റി മോശം പറഞ്ഞു തന്നേക്ക? ദൈവത്തിന് നിരക്കാത്ത എന്തെങ്കിലും കാര്യം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അല്ല, ദൈവത്തിന് ഞാൻ ഈ നിമിഷം വരെ ഞാൻ ദിയുണ്ട്, എല്ലാവരും ഉണ്ട്. ഞാൻ ഒരു കാര്യം പറയും, ഇന്ന് ഈ നിമിഷം വരെ അവളുടെ നല്ലത് മാത്രം ആഗ്രഹിച്ച് കൂടെ നിന്നവളാ. പക്ഷെ ഇവൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ദൈവത്തിനും കർമ്മയ്ക്കോ വിട്ടുകൊടുക്കുന്നത്. എന്നെ വേദനിപ്പിച്ചവരെല്ലാം വിഷമിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഞാൻ അത് കർമ്മയ്ക്ക് ഞാനൊരു കാര്യം പറയട്ടെ, ഒരു മിനിറ്റ്. 2 കാര്യങ്ങൾ എനിക്കിന്ന് നല്ല രീതിയിൽ പ്രശ്നം ഉണ്ടാക്കി. ഞാൻ ഇനി ഒരിക്കലും സജനയായിട്ട് കണക്ഷൻ ഉണ്ടാവില്ല എന്ന് തീരുമാനം എടുത്ത സമയം അതായിരുന്നു. രാവിലത്തെ കോൾ വന്ന സമയത്ത് അവൾ എൻ്റെ അടുത്തുണ്ടെങ്കിൽ എനിക്ക് റിലേഷൻഷിപ്പ് തുടരണ്ട, എനിക്ക് 3 കോടി മതി. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത് അവളോട് പറഞ്ഞു, നീ പ്രശ്നം ഉണ്ടാക്കല്ലേ, അവർക്ക് ഏതെങ്കിലും രീതിയിൽ വല്ലതും പറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ സമാധാനം പറയേണ്ടി വരും. എന്റെ പൊന്നുമോളെ നീ കാല് പിടിച്ച് പറയണം, നീങ്ങ് വാന്ന് പറഞ്ഞു പറയണേ, അവർ മരിച്ചാലും എനിക്ക് പ്രശ്നമില്ല. ഈ 2 സ്റ്റേറ്റ്മെന്റ് കേട്ടതോട് കൂടി ഞാൻ അവളുടെ മനസാക്ഷിയെ ഞാൻ മനസ്സിലാക്കി. എനിക്ക് അങ്ങനത്തെ മനുഷ്യ പറ്റില്ലാത്ത ഒരാളുമായിട്ട് ഒരു തരത്തിലുള്ള ഒരു ബന്ധവും എനിക്ക് വേണ്ട. പിന്നെ ഈ അന്നമ്മയും ഞാനും ആകെ കാണുന്നത് ലാസ്റ്റ് ടൈം തിരുവനന്തപുരത്ത് വന്ന സമയത്താണ്. അവൾ എനിക്ക് ഒരു വോയിസ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, നീ അന്നമ്മേനെ പറ്റി പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ അവളുടെ അടുത്ത് പറഞ്ഞിട്ടില്ലെന്ന്. എനിക്ക് ഈ പറഞ്ഞ അന്നമ്മയായിട്ട് പോലും എനിക്ക് ബന്ധമില്ല. ഞാൻ സജിന ഉണ്ടെന്ന് കരുതിയിട്ടാണ് ഇന്ന് അന്നമ്മയുടെ ഫ്ലാറ്റിൽ പോലും വന്നത്. ഞാൻ ഇന്ന് ഈ നിമിഷമാണെങ്കിൽ ഈ നിമിഷം ഇവിടെ നിന്ന് മാറും. എനിക്ക് അന്നമ്മയല്ല, എനിക്ക് ഇമ്പോർട്ടൻസും ഇല്ല അന്നമ്മ. ഞാൻ അവളെ മുമ്പിൽ ഇരുന്ന് തന്നെ അത് പറയുന്നത്. പക്ഷേ അവള് ഓരോ സാധനങ്ങളും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സാധനം കാണുമ്പോൾ എന്നോടും നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിച്ചും എന്റെ ലൈഫിനാണ് അത് പ്രശ്നമായിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ രണ്ടുപേരും കാര്യം മനസ്സിലാക്കും. നിങ്ങൾ രണ്ടുപേരും അയാളുടെ സുഹൃത്തുക്കളാണ്. എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുന്ന എനിക്ക് അറിയത്തില്ല സാർ. ഞങ്ങളിപ്പോ പറയാണ്, ഷാദിത്തായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർക്ക് എന്തെങ്കിലും സഹായം നമ്മളിൽ നിന്ന് ആവശ്യമുണ്ടോ, ഞാൻ ഇപ്പോഴും നിങ്ങളൊപ്പം അല്ല നിൽക്കുന്നത്. ഞാൻ പറയുന്നത് കാരണം നിങ്ങളും കൂടെ കാരണം തന്നെയാണ് അവളുടെ റിലേഷൻഷിപ്പിനകത്തുള്ളത്. അത് നിങ്ങൾ മാത്രം തീരുമാനിച്ച് എന്താണെന്ന് വെച്ചാൽ ആയിക്കോ. പക്ഷെ ഒരു സ്ത്രീയും 2 മക്കളും ഇത് അനുഭവിക്കുമ്പോൾ ആസ് ആൻ ആക്ടിവിസ്റ്റ് ഞാൻ എന്റെ എത്തിക്സ് എന്ന് പറയുന്നത് ഇതല്ല. എന്റെതെന്ന് പറഞ്ഞാൽ ഞാൻ അവരൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സാർ എൻ്റെ അടുത്ത് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു, സാർ അവരെന്ത് ആവശ്യപ്പെട്ട് സംസാരിച്ചാലും ഞാൻ അവരൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞത്. ഞാൻ ഒരിക്കലും നിങ്ങളൊപ്പം അല്ല നിൽക്കുന്നത്. പക്ഷേ ആ സ്ത്രീക്കൊപ്പം ഞാൻ നിൽക്കും, നിങ്ങളുടെ ഭാര്യയ്ക്കൊപ്പം ഞാൻ നിൽക്കും. അവർ അത്രയും കണ്ടീഷനിൽ ഹെൽത്ത് പ്രശ്നമായി നിൽക്കുന്ന അവരെ കൺസിഡർ ചെയ്യാൻ പറ്റാത്ത സജനയുടെ മനസാക്ഷി എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞുതരാം സാർ, അവൾ ആങ്സൈറ്റിയോ അവൾ പ്രശ്നമോ അവളെ ഞങ്ങളടുത്ത് മെസ്സേജ് അയച്ചു അവൾ ആത്മഹത്യ, ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. ഞാൻ അങ്ങനെ ഇനി ഒന്നുകൂടെ എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിക്കും.
ഞാൻ അപ്പൊ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിക്കും, എന്റെ ഒരു ഫ്രണ്ട് ഇന്നടുത്ത് കൊണ്ട് അവൾ എന്റെ അടുത്ത് ആത്മഹത്യ ചെയ്യാണെന്ന് പറയുന്നത്, സാർ ആ കുട്ടിയെ രക്ഷിക്കണം. എനിക്ക് ഇതേ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ, അതിലപ്പുറത്തൊന്നുമില്ല. സാർ നമ്മൾ പറഞ്ഞു, ഞങ്ങൾ ഇതുവരെയും സാറിന്റെ അടുത്ത് ഈ രീതിയിൽ ഞാൻ സാറിന്റെ അടുത്ത് ഒപ്പോസ് ചെയ്ത് ഒരു തരത്തിലും ഞാൻ സംസാരിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് വളരെ വലിയ വിഷമം ഉണ്ടാക്കിയ സാഹചര്യമാണ്. കാരണം അവളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടാക്കരുതെന്ന് കരുതിയിട്ടാണ് അവൾക്ക് ഒപ്പമാണ് ഞങ്ങൾ നിന്നിട്ടുള്ളത്. അവൾ ഇങ്ങ് വാന്ന് പറഞ്ഞത് അവളുടെ ഹെൽത്തിനെ ഒന്നും ഒരു മിനിറ്റ് ഏത് അവസ്ഥ നിന്നോട് ആരായാലും നിനക്ക് എന്താണ്? ദിയാണ് സംസാരിക്കുന്നത്. ദിയ, എന്തിനാണ് എന്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കേണ്ട ആവശ്യമുണ്ട്? നിങ്ങൾ അവരെ കുറിച്ച് നിങ്ങൾക്ക് ശബ്ദിക്കരുത്, ശബ്ദം ഉണ്ടാക്കരുത്, എന്തിനാണ് ഇങ്ങനെ വിളിക്കേണ്ട ആവശ്യമുണ്ട്? നിങ്ങൾ ഒച്ച ഉണ്ടാക്കരുത്, നിങ്ങൾ അവരെ കുറിച്ച് നിങ്ങൾക്ക് ശബ്ദിക്കരുത്, ശബ്ദം ഉണ്ടാക്കരുത്. എന്തിനാണ് ഇങ്ങനെ വിളിക്കേണ്ട ആവശ്യമുണ്ട്? നിങ്ങൾ ആ ശബ്ദം ഒന്ന് മ്യൂട്ട് ചെയ്യാനുള്ള എന്തെങ്കിലും സാഹചര്യം ഉണ്ടോ? അല്ലേ വല്ല എന്തെങ്കിലും ഉപകരണം ലോകത്തുള്ള എല്ലാ ശബ്ദവും നിയന്ത്രിക്കുന്ന മാന്ത്രികൻ. കുറ്റിയെ പൂക്കുറ്റി ഈ പൂക്കുറ്റി തന്നെ ഇയാളുടെ ബാപ്പയായിരിക്കുമെന്ന് അറിയില്ല. ആ ചങ്ങാതിന് കഥ ആലോചിച്ചുക്ക. പേര് നല്ലൊരു പേരും അവന്റെ അവസ്ഥ ആ സ്റ്റുഡിയോയില് അവന്റെ അവറ്റകളുടെ സൗണ്ട് കേൾക്കുമ്പോ തന്നെ ഒരു സുഖം തന്നായിരിക്കും. മോശമാണ് ഭയങ്കരമായിട്ട് കാണിക്കുന്നത്. ഞാൻ കണക്ട് ചെയ്തതാണ് നിങ്ങൾക്ക് കുഴപ്പം. നിങ്ങൾ കണക്ട് ചെയ്തതാണ് നിങ്ങൾക്ക് കുഴപ്പം. നിങ്ങൾ ഫോൺ വെക്കൂ. ഞാൻ ഇപ്പൊ ഏത് അവസ്ഥയിലും പ്രത്യേകിച്ച് ഇവിടെ കൂടെ കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാം. നിങ്ങളിപ്പോ സമാധാനമായിട്ട് ഇരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, ഇവള് കിടന്ന് കാണിക്കുന്ന സാധനത്തിനകത്ത് നിങ്ങൾ വീട് എടാ ഓസ്കാറെ തനിക്കൊരു നോബൽ സമ്മാനം തരട്ടെ. ഉപ്പ് കൊറേ തിന്നു, കുടിക്കുക. നിങ്ങൾ ഓൾറെഡി ഇപ്പൊ പ്രശ്നത്തിലായിട്ടുണ്ട്. നിങ്ങൾ അവളെ വഴിക്ക് വിട്ടിട്ട് അവളെ കയറ്റി വിടാൻ നോക്ക്. നിങ്ങൾ കാര്യം നോക്ക്. ഇതിൽ എന്തെങ്കിലും സംഭവിച്ചാലും അത് ഫേസ് ചെയ്യാൻ വേണ്ടിട്ട് സാർ സന്നദ്ധനായിട്ട് നിൽക്കുക. അത്രേ ഉള്ളൂ. സാറ് വേറെ കാര്യത്തിനാണ് സന്നദ്ധൻ. സാറിന്റെ സന്നദ്ധത കുറ്റി, മിസ്റ്റർ കുറ്റി. ഈ കൊരയ്ക്കാത്ത പട്ടി കൊരയ്ക്കൂന്ന് പറയുന്ന കണക്ക്, ഈ കടിക്കാത്ത പട്ടി കടിക്കൂന്ന് പറയുന്ന കണക്ക് അവസാനം വന്നാൽ എന്നെ ചൊറിഞ്ഞ് മാന്താൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാനൊന്നും നോക്കട്ടെ. എന്തായാലും നാണം കിട്ടില്ലേ? നാണം കേട്ട് അങ്ങേറ്റായിരിക്കും ഞാൻ. ഇനി പിന്നെ എനിക്ക് ഇനി നാറാൻ എന്തുവാ? അതൊന്നും നാറാനില്ല. പക്ഷെ നാറാനുള്ള ആൾക്കാരും കുഞ്ഞുങ്ങളും ബന്ധങ്ങളും എല്ലാം പല ആൾക്കാർക്കും ഉണ്ട്. അപ്പം നിന്നെ ആണെന്ന് ഞാൻ പറയുന്നില്ല, നീ ആണെന്നല്ല ഞാൻ പറയുന്നത്. സ്പെസിഫൈ ചെയ്ത് നീ ആണെന്നോ അല്ല മറ്റുള്ളവരാണെന്നോ അല്ല. ചെയ്തവരാരായാലും കൊള്ളുന്നവർ. ഇത് സജിനെ വിളിച്ചിട്ട് ആരോ ഭീഷണിപ്പെടുത്തിയ വീഡിയോസ് ഇടുന്നുണ്ടല്ലോ. അതിനുള്ള കാര്യങ്ങൾ ഞാൻ നിയമവശാ നീങ്ങുവാണ്. നീ എന്ന് പറഞ്ഞ കണക്ക് നിയമവശാലേ എൻ്റെ കുറേ സാധനങ്ങൾ ലീക്ക് ആയിട്ടുണ്ട്. അതെനിക്ക് എവിടുന്ന ലീക്ക് ആയെന്ന് എനിക്കറിയണം. പല കാര്യങ്ങളും ലീക്ക് ആയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് 3 പേർക്ക് ഞാൻ അയച്ചിട്ടുണ്ട്. അച്ഛനെ അയച്ചിട്ടുണ്ട്, ഷാലുവിനെ അയച്ചിട്ടുണ്ട്, അല്ല മറ്റേ നമ്മുടെ ദിയയ്ക്ക് അയച്ചിട്ടുണ്ട്, നിനക്ക് അയച്ചിട്ടുണ്ട്. എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, പേഴ്സണലായിട്ട് നിൽക്കുന്ന സാധനങ്ങളും നമ്മൾ പേഴ്സണലായിട്ട് സംസാരിച്ച് നിങ്ങളും പേഴ്സണലായിട്ട് പല കാര്യങ്ങളും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പേഴ്സണൽ കാര്യങ്ങൾ പലതും എനിക്കറിയാം. പക്ഷേ അതൊന്നും ഞാൻ എൻ്റെ തന്തയല്ല നിങ്ങളെ തന്ത. അതുകൊണ്ട് ഞാനും അങ്ങനെ അങ്ങോട്ട് ആരെങ്കിലും നാന്നാ നിൽക്കില്ല. പക്ഷെ ഇങ്ങോട്ട് ചൊറിയാൻ ചില ഏത് സമയത്താണ് മുരളീഗോപി ആ ഡയലോഗ് മുരളീഗോപി എഴുതിയല്ലേ നിന്റെ തന്തയല്ല എഴുതിയെന്നറിയില്ല. അതിപ്പോ എല്ലാ അണ്ടനടകോടന്മാരെടുത്ത് ഉപയോഗിക്കുന്നത്. എന്തൊരു നിഷ്കളങ്കത മുഖത്തേക്ക് നോക്കിയാല്. സൈഡ് കേട്ടാ പുലി ഉല്ലും തീർന്നു പറയുന്ന അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇനി ഞാൻ ഒന്നും നോക്കുന്നില്ല, നിയമവശ പോ. പക്ഷെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കയറി നല്ല രീതിയിൽ കയറി മോന്തി കൊല്ലും എല്ലാത്തിനും. എല്ലാ വട്ടച്ചൊറികളും വന്നെത്തുന്ന സോഷ്യൽ മീഡിയയിലാണ്. തോന്നുമായിരിക്കും, അയ്യോ റസൂലിനെ ഭയങ്കരമായിട്ട് പീഡിപ്പിച്ചല്ലോ, ഭീഷണിപ്പെടുത്തിയല്ലോ, അങ്ങനെ റസൂലും പെട്ടതായിരിക്കും. അല്ല, റസൂൽ പൂക്കുറ്റി എന്ന് പറയുന്ന ആള് ഫിറോസ് ഖാന്റെയും സജനയുടെയും ജീവിതത്തിൽ വന്നു. അവരുടെ ജീവിതം കുളം തോണ്ടി 4 കൊല്ലമായി അയാളുമായിട്ട് റിലേഷൻഷിപ്പ് ആണെന്ന് പറയുമ്പോഴും 2 കൊല്ലമായിട്ടേ ഉള്ളൂ തമ്മിൽ സെപ്പറേറ്റഡ് ആയിട്ട്. അതിന്റെ ഇടയിൽ അവൾ നടത്തിക്കൊണ്ടിരുന്ന എല്ലാ സാധനങ്ങളും ഇല്ലീഗലായിട്ടും ലീഗലി ഒരു ഹസ്ബൻഡ് നിലനിൽക്കൊക്കെ തന്നെ ചെയ്തതാണ്. അപ്പോഴും ഫിറോസിക്ക ക്ഷമിച്ചത്, ഫിറോസിക്കയുടെ മകൻ ഒരാൾ അവർക്ക് ഉണ്ട്. ഫിറോസിക്കായ പലപ്പോഴായിട്ട് അവര് ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്നത് ഫിറോസിക്ക ഇതുവരെയും പറയാത്ത കാര്യമാണ്. ഈ കുട്ടീനെ അബ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞത്. എങ്ങനെയാണ് ഒരു സ്ത്രീക്ക്, ഒരു അമ്മയായ ഒരു സ്ത്രീക്ക് ഇങ്ങനെ സാധിക്കുമെന്ന് അറിഞ്ഞൂടാ. ആ സാഹചര്യം മനസ്സിലാക്കിയിട്ടാണ് എല്ലാവരും പറയുന്നുണ്ടല്ലോ ടോക്സിക് ആയിട്ടുള്ള ഫിറോസ് ഖാൻ. ഞാൻ ഇങ്ങനെ അയാളെ കണ്ടിട്ടൊന്നുമില്ല. ഒരു 15 കൊല്ലം മുമ്പ് എനിക്ക് അറിയുന്നതാണ് അയാളെ. ഈ ടോക്സിക് ആയിട്ടെന്ന് പറഞ്ഞ ഈ ഫിറോസ് ഖാനെ സപ്പോർട്ട് ചെയ്യാനുണ്ടായ സാഹചര്യം പോലും കുട്ടിയെ വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത സിറ്റുവേഷനിലാണ് അയാളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെല്ലുന്നത് പോലും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഫിറോസിക്കയുടെയും സജനയുടെയും ജീവിതം നശിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് റസൂൽ പൂക്കുറ്റി വന്നത്. റസൂൽ പൂക്കുറ്റി പറയുന്ന റെക്കോർഡ്സുകളാണ് ഫിറോസിക്ക പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതായത് ഡിവോഴ്സ് വാങ്ങിപ്പിക്കണം, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ലീഗൽ സപ്പോർട്ടും ചെയ്തു കൊടുക്കാം, പൈസ എത്ര വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞു. ഫിറോസിക്ക ഒരുപാട് വട്ടം അവരുടെ ഫാമിലിയിൽ പോയി സംസാരിച്ച് റിക്വസ്റ്റ് ചെയ്തു. അതിന്റെയൊക്കെ വീഡിയോസ് ഒക്കെയാണ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതാ അവസാന നിമിഷം പുള്ളിയുടെ കൊച്ചിനെയും കൊടുക്കാതെ പുള്ളി വന്നിരുന്ന് കൈകൂപ്പിക്കൊണ്ട് എന്റെ കുഞ്ഞിനെ എനിക്ക് കാണിച്ചു തരുമോ എന്ന് പറയുന്ന അവസ്ഥയിൽ വരെ എത്തി. ആലോചിക്കണം. അപ്പൊ എത്രമാത്രം ടോളറേറ്റിംഗും ടോർച്ചറിംഗ് ആണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ആർക്കും അറിഞ്ഞുകൊണ്ടിരുന്ന സജനയ്ക്ക് പാസ്റ്റ് ഹിസ്റ്ററിയിൽ ഇതുപോലെ ഡയറക്ടറായിട്ടും പ്രൊഡ്യൂസറായിട്ടും മറ്റാളുകളായിട്ടൊക്കെ ബന്ധമുണ്ടെന്ന്. ഒരു സ്ത്രീക്ക് എത്ര ബന്ധം ഉണ്ടെങ്കിലും അത് പ്രശ്നമില്ല. പക്ഷെ ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടാവരുത്. ഇനി ഞാൻ പറയാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത്, ഇവര് എത്ര ആളുകളെ ഇന്ന് കാശ് മേടിച്ചിട്ടുണ്ടെന്ന് അറിയോ? ഫിറോസിക്ക
പറഞ്ഞിട്ടുള്ള പല പുരുഷന്മാരുടെ കയ്യിൽ നിന്നും ഇവർ കാശ് വാങ്ങി, ലക്ഷങ്ങൾ കാശ് വാങ്ങി ബ്ലാക്ക്മെയിൽ ചെയ്ത് അവർ പേടിച്ചോടിയ കഥകൾ ഉൾപ്പെടെ എന്റെ കയ്യിലുണ്ട്. ഇപ്പൊ ഇന്നലെ ഫിറോസിക്ക ഇട്ട വീഡിയോയിൽ ഒരു സ്ത്രീ വന്നെന്ന് പറയുന്നുണ്ട്. സ്ത്രീയുടെ പേര് റോഷ്നി എന്നാണ്. അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവളെ വീഡിയോയിൽ ഈ റോഷ്നിനെ പറ്റിയിട്ട് വളരെ മോശപ്പെട്ട രീതിയിൽ ഇവൾ സംസാരിക്കുന്നുണ്ട്. അവൾ എവിടെ ദുബായിൽ പെട്ടുപോയി ഏതോ ഒരു സ്ത്രീ കാരണം എന്ന് പറയുന്നത് ആ റോഷ്നിനെ പറയുന്നത്. റോഷ്നി വളരെ കൃത്യമായിട്ട് ഇവർക്ക് ഈ പറഞ്ഞ MDMA ഡീലിംഗ് ഉണ്ടെന്നും ഇവർ MDMA ഉപയോഗിക്കുന്ന സ്ത്രീയാണെന്നും ഇവരെ കുടഞ്ഞിട്ട പുട്ടുകണക്കിന് MDMA വരുമെന്നൊക്കെയാണ് ആരോപണം നടത്തിയിരിക്കുന്നത്. അതിന്റെ പ്രൂഫുകൾ റോഷ്നിയുടെ കയ്യിലുണ്ട്. കൺഫേം ആയിട്ട് പറയുന്നതാണ് ആ സ്ത്രീയുടെ കയ്യിൽ എല്ലാ പ്രൂഫുകളും ഉണ്ട്. ഇവര് അവിടെ ചെന്ന് കാണിച്ചു കൂട്ടിയ എല്ലാ പ്രൂഫുകളും വീഡിയോ റെക്കോർഡ്സുകളും എല്ലാം അവരുടെ കയ്യിലുണ്ട്. നാളെ ഒരു കേസോ മറ്റു കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഈ സാധനങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ പറ്റുക. കാരണം ഇതൊക്കെ എന്ന് പറയുന്നത് ഇല്ലീഗൽ കാര്യങ്ങളാണ്. ഈ വിഷയങ്ങൾ പോലും ഞാൻ അറിയുന്നത്, ഇപ്പോഴും നിങ്ങളോട് പറയുന്നത്, ഈ വിഷയങ്ങൾ മുഴുവൻ ഞാൻ അറിയുന്നത് സജിനയുടെ ഈ രൂപമാറ്റത്തിൽ നിന്ന് സജിനയെ പറ്റി അന്വേഷിക്കുന്ന സമയത്താണ്. അതുവരെ ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ഞങ്ങൾക്ക് ആർക്കെങ്കിലും സജിനയെ പറ്റി ഇങ്ങനെ ഒരു എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കൽ പോലും സജിനേനെ ഞങ്ങളുടെ അയൽപക്കത്ത് പോലും ഞാൻ എത്തിക്കത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് ഇങ്ങനെ ഫിറോസിക്കാരുടെ ലൈഫ് തൊലച്ച റസൂൽ പൂക്കുട്ടി ഒരു പൂക്കുട്ടി മാത്രമല്ല, ഈ പൂക്കുട്ടിക്ക് പല ബന്ധങ്ങളും വേറെയും ഉണ്ട്. അതിനിപ്പോ ഞാൻ പറയുമ്പോഴത്തേക്ക് ഇനിയിപ്പോ ചെലവിലെടുത്തോണ്ടിരിക്കുന്ന സ്ത്രീകൾ അവര് കിട്ടിക്കൊണ്ടിരിക്കുന്നു, അവർ വാങ്ങിച്ച് തിന്നുന്നു, അവരവരുടെ കാര്യങ്ങൾ നടത്തി പോകുന്നു. അത് അവരുടെ പ്രൈവസി. അതുകൊണ്ടിട്ട് ആ സ്ത്രീകളെ പറ്റിയിട്ട് ഞാൻ പറയുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. പാലക്കാട് ഒരു കേസ്, പാലക്കാട് 2 കേസ്, കൊല്ലത്ത് 1 കേസ് എനിക്കറിയാം. ഇത്രയും മതി. റസൂൽ പൂക്കുട്ടീനെ പറ്റിയിട്ടാണ് ഇതൊക്കെ വെച്ചിരുന്നിട്ടാണ് സജിന. മലപ്പുറം ജില്ല ഇല്ല, പാലക്കാടും കൊല്ലമാണ് ഇപ്പൊ പുറത്തു വന്നിട്ടുള്ളത്. മലപ്പുറം ജില്ലയിൽ ഈ ജില്ലകൾ തമ്മിലുള്ള ഒരു പോരാട്ടമായിരുന്നു. സജിന പിന്നെ ഈ ലോകം മൊത്തത്തിൽ ഒരു സർക്കിൾ ഓഫ് പീപ്പിൾ ആയതുകൊണ്ടിട്ട് ഒരു മാഡം ആയതുകൊണ്ടിട്ട് പ്രശ്നമില്ല, എല്ലാവരും കണക്കാണ്. ഇവിടെ വട്ടിയൂർക്കായിട്ടുള്ള സജു ആയിട്ട് കണക്ട് ചെയ്തിട്ട് മുഖ്യമന്ത്രി ഓഫീസിലെ സജിന എത്തുന്നത്. മുഖ്യമന്ത്രിയായിട്ടുള്ള ഒരു ഫോട്ടോ സജിന പങ്കുവച്ചിരുന്നു. ആ സമയത്ത് സജിനെ സരിത എന്നുള്ള കണ്ടീഷനിലാണ് സോഷ്യൽ മീഡിയ ഒക്കെ പറഞ്ഞിരുന്നത്. സതീഷിന്റെ ഓഫീസിലെത്താണ്. സജിന അവിടെ ചെല്ലുന്നു. സജുവാണ് അതിന്റെ കെയർ ഓഫ്. സജുവിനെ വേറൊരു നമ്മളൊരു ചേച്ചിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തത്. സജുനോട് ഓൾറെഡി വിളിച്ച് പറഞ്ഞായിരുന്നു ഇവർ ഇത്തിരി പ്രശ്നത്തിലാണ്, ഇവരെ കാര്യത്തിനകത്തൊന്നും ഇൻവോൾവ് ആവില്ലെന്ന് പറഞ്ഞത് കേട്ടിട്ടും സജു എറണാകുളത്ത് ഈ പറഞ്ഞ VD സതീശൻ സാറിന് ഈ സ്പേസ് അറേഞ്ച് ചെയ്ത് കൊടുത്തു. ഇവൾ ഇവിടെ നിന്ന് സാറിനെ കാണാൻ വേണ്ടി പോയി. സാറിന്റെ കൂടെ ഉള്ള ഫോട്ടോ ഇട്ട് പബ്ലിഷ് ചെയ്തു. പബ്ലിഷ് ചെയ്തപ്പോഴത്തേക്കും അതിന്റെ അടിയിൽ വന്ന കമന്റ്സുകൾ എല്ലാവർക്കും അറിയാം, മനസ്സിലാക്കാം. VD സതീശൻ സാറിന് അറിയില്ല സാറിന്റെ അടുത്തേക്ക് എത്തിപ്പെടുന്ന സ്ത്രീകൾ എങ്ങനെയാണെന്നുള്ളത്. സാർ അത് മനസ്സിലാക്കിയിട്ട് വേണം സ്ത്രീകൾക്ക് അടുത്താണെങ്കിൽ പോലും നിന്ന് പെരുമാറാനെന്നുള്ള ഒരു റിക്വസ്റ്റ് എനിക്കുണ്ട്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന പരാതിയിൽ പോലും അവൾ ഇന്നലെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്ന പോലും ദിയാസനയ്ക്ക് എതിരെ പരാതി എന്നാണ്. എനിക്കെതിരെ എന്ത് പരാതി ഒന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ അറിഞ്ഞത് അവരുടെ അക്കൗണ്ട് ഹാക്കായതിനെതിരെയുള്ള പരാതി അവിടെ തന്നിട്ടുണ്ടെന്നുള്ളതും ആ അക്കൗണ്ട് ഹാക്കായതിനെതിരെയുള്ള പരാതി നിങ്ങൾ എടുക്കുകയും അതിന്റെ പുറകിൽ അന്വേഷണം നടത്തുകയും പ്രോക്സി അഡ്രസ് വെച്ചിട്ട് അത് അവളുടെ തന്നെ മൊബൈലിൽ നിന്നാണെന്നുള്ളത് പ്രൂവ് ചെയ്യുകയും അവൾ ഇല്ലീഗലായിട്ട് ചെയ്ത ഈ ഫ്രോഡ് അലിഗേഷൻ പൊതുസമൂഹത്തിന് മുമ്പിൽ അറിയിക്കുകയും ഇവൾ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്ന രീതിയിൽ വന്നതിനെ പറ്റിയിട്ടും നിങ്ങൾ അത് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ച് അത് പൊതുസമൂഹത്തിന് മുമ്പിൽ കൊടുക്കണം. കാരണം ഈ ഒരു അവസരത്തെ മുതലാക്കാൻ വേണ്ടി ഇങ്ങനെ കുറെ എണ്ണം വന്ന് ഇപ്പൊ തന്നെ എനിക്കെതിരെ തന്ന ഇല്ലീഗൽ സാധനം എന്ന് പറയുന്നത് ഇപ്പൊ ഓപ്പറേഷൻ തൂഫാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു സാധനം വരുമ്പോഴത്തേക്ക് നമുക്കെതിരെ ഭയങ്കരമായിട്ടുള്ള ഒരു പാനിക് കണ്ടീഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ അന്വേഷണം ഉത്തരവിടുമായിരിക്കും. ചിലപ്പോൾ അന്വേഷിക്കാൻ നമ്മളെ വീട്ടിൽ വരും, ചിലപ്പോൾ നമുക്ക് റെയ്ഡ് ഉണ്ടാവും, പല കാര്യങ്ങളും നമ്മൾ എതിരെ ചെയ്യും. അപ്പൊ നമ്മൾ എന്താവണം, അതിന്റെ പുറകിൽ പാനിക് ആവണം, പ്രശ്നത്തിലാവണം. അതിന് അതായത് മറച്ച് തിരിച്ച് എന്താ പറയാ ഇപ്പോഴത്തെ അവസ്ഥയെ ഇപ്പോഴത്തെ ഇനി ഒരു വോയിസ് ക്ലിപ്പ് കൂടി ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവർ ആ 9 വീക്സ് എന്നുള്ള ഒരു ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അത് സത്യമാണ്, അവർ പ്രഗ്നന്റ് തന്നെയാണെന്ന് തെളിയിക്കുന്ന ഒരു വോയിസ്. ഞാൻ കാര്യം ചെയ്യാൻ വിളിച്ചാണ്. അന്ന് നീ പറഞ്ഞായിരുന്നില്ലേ സജ്ജന മറ്റേ ഫോട്ടോ ഇട്ട സമയത്ത് നീ വിളിച്ചിരുന്നു ഒന്ന് കൺഗ്രാലേറ്റ് ചെയ്യാൻ വേണ്ടിട്ട്. അല്ല ഇപ്പം കുറച്ച് വിഷയങ്ങളിലൊക്കെ നിൽക്കുന്നത് കൊണ്ടിട്ടാണ് അവരന്ന് പറഞ്ഞെന്ന് വെച്ചാൽ അത് ആ ഫോട്ടോ AI ആണ്, അത് ഫേക്ക് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പരാതി നൽകി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ വന്നിട്ട്. അത് കണ്ടായിരുന്നോ? ഞാനത് കണ്ടിരുന്നു. പിന്നെ ഇല്ല, അത് ആ സ്റ്റോറി അവര് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടേ അന്ന് രാത്രിയാണ് ഞാൻ കാണുന്നത്. റാൻഡംലി ഇങ്ങനെ സ്റ്റാറ്റസ് നോക്കിയപ്പോ കണ്ടതാണ്. അല്ല ഇപ്പൊ കുറച്ച് പ്രശ്നങ്ങളിലൊക്കെ നിൽക്കുന്നതായിട്ട് അറിയാലോ അല്ലേ? അതറിയാം. അല്ല ഞാൻ എന്താ വിളിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവരിട്ട ഫോട്ടോ ആ സമയത്ത് നിങ്ങൾ കോൾ ചെയ്തിരുന്നെന്ന് പറഞ്ഞിരുന്നില്ലേ എന്റെ അടുത്ത്? ഞാൻ വിളിച്ചിട്ട് നോർമലി ഇങ്ങനെ ഒരു ഇത് കണ്ടപ്പോ ഞാൻ വിളിച്ചു. അപ്പൊ ഞാൻ കൺഗ്രാജുലേഷൻസ് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ താങ്ക് യു മോനി എന്നൊക്കെ പറഞ്ഞ് എന്നോട് സംസാരിച്ചു. മോനെ താങ്ക് യു മോനെ. നമുക്ക് നിർത്തില്ല മക്കളെ, കുറച്ച് നേരമായില്ലേ. താല്പര്യമില്ലാത്തവർ ഞാൻ വീണ്ടും പറയുന്നു, ഈ വിഷയം ഇനിയും തുടരാനുള്ള ചാൻസസ് ഉണ്ട്. വേറെ എന്തെങ്കിലും ഒരു വിഷയം, ഇതുപോലെ പല വിഷയങ്ങളും അല്ലേ, ആൾക്കാരുടെ ജീവിതം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വരണം. കാരണം അങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്തു വെക്കുന്നത്. പിന്നെ മറ്റേ ഓസ്കാർ കുറ്റി ഓൻ്റെ അണ്ണോ, എന്താണ് നിങ്ങളുടെ വല്ലത് അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂട്ടോ. വേറൊന്നുമില്ല, നമുക്ക് അടുത്ത വീഡിയോയിൽ സമയം വൈകി.